നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ +1 പഠിച്ച ചാപ്റ്ററാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ +1 C++നെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് അതിനെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പോവുക മാത്രമാണ് ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ടൈം പറയുന്നത് ക്യാരക്ടർ സെറ്റ് എന്താണെന്നാണ്. വാട്ട് ഈസ് ക്യാരക്ടർ സെറ്റ്? ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് എ C++ ലാംഗ്വേജ്. ഒരു C++ ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാരക്ടർ സെറ്റുകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാരക്ടർ, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസ്, സം അതർ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്യാരക്ടർ സെറ്റുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, അങ്ങനെ പലതായിട്ട് ക്യാരക്ടർ സെറ്റുകളുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടോക്കൺസ്. എന്താണ് ടോക്കൺസ്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാമിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് അറിയപ്പെടുന്നത്. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ് ടോക്കൺ. ഈ ടോക്കൺസിനെയും പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കീവേഡ്സ് എന്നും, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് കീവേഡ്സ് ആണ്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ. കീവേഡ്സ് എന്ന് പറയുന്നത് റിസർവ്ഡ് വേർഡുകളെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. ആ ഓരോ കീവേഡിനും ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വേർഡുകളെയാണ് കീവേഡ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഐഡൻറ്റിഫയേഴ്സ്. എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂസർ ഡിഫൈൻഡ് വേർഡുകളെയാണ് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കുന്നത്. ഐഡൻറ്റിഫയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവയാണ് വേരിയബിൾസ്, ലേബിൾസ്, ഫംഗ്ഷൻ നെയിംസ്, എക്സെട്ര. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ലിറ്ററൽസ്. എന്താണ് ലിറ്ററൽസ്? ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് ആണ്. ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദി പ്രോഗ്രാം റൺ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കുന്നവയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. ഈ ലിറ്ററൽസ് ആർ ഓൾസോ നോൺ ആസ് കോൺസ്റ്റൻറ്റ്. ലിറ്ററൽസിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. ലിറ്ററൽസും പല കാറ്റഗറൈസ് ചെയ്ത ലിറ്ററൽസിനെ പറയുന്നുണ്ട്. ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ലിറ്ററൽസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നൊരു ടേമാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ദാറ്റ് ടെൽ ദി കമ്പൈലർ എബൌട്ട് സം ഓപ്പറേഷൻ. എന്തെങ്കിലും ഓപ്പറേഷനെ കുറിച്ച് കമ്പൈലറിനോട് പറയുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. അതിനും ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേറ്റേഴ്സിനെയും നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ്. ഓപ്പറാൻഡ്സിനെ ബേസ് ചെയ്ത് ഓപ്പറേറ്റേഴ്സിനെ യൂണറി ഓപ്പറേറ്റർ എന്നും, ബൈനറി ഓപ്പറേറ്റർ എന്നും, ടെർണറി ഓപ്പറേറ്റർ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പറേറ്റർ ചെയ്യുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്ത് ഓപ്പറേറ്റേഴ്സിനെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നും, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്നും, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, അതുപോലെ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്, ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടേം നമ്മൾ പഠിച്ചിരുന്നത് പഞ്ച്വേറ്റേഴ്സ് ആയിരുന്നു. പഞ്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടർ ലൈക്ക് കോമ, സെമികോളൻ, ഹാഷ്, ബ്രേസസ്, എക്സെട്ര. അതായത് പഞ്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. കോമയും ഹാഷും ബ്രേസൊക്കെ പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളാണ് പഞ്ച്വേറ്റേഴ്സ്. നെക്സ്റ്റ് ടേം ഡേറ്റ ടൈപ്പ് ആണ് നമ്മൾ പഠിച്ചത്. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ടൈപ്പ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ് ഹാൻഡ്ലിംഗ് ദീസ് ഡേറ്റ. അപ്പോൾ ഡേറ്റ ടൈപ്പ് പറയുന്നത് ആ ഡേറ്റയുടെ ടൈപ്പ് എന്താണ്, അവിടെ നടത്തേണ്ടുന്ന ഓപ്പറേഷൻസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് ഈ ഡേറ്റ ടൈപ്പ് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ ടൈപ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്പ് എന്നും യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്നും. ഡേറ്റ ടൈപ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ്. അതിൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സുകൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരുന്നു. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്
ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് ഇതൊക്കെ ഫണ്ടമെൻ്റ് ഡേറ്റ ടൈപ്പുകളാണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരുന്ന ടേമായിരുന്നു ടൈപ്പ് മോഡിഫയേഴ്സ്. എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ്? ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞത് ഡേറ്റ ടൈപ്പുകൾക്ക് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെമ്മറി സ്പേസ് ഉണ്ട്, അതുപോലെ അവ സ്റ്റോർ ചെയ്യുന്ന നമ്പേഴ്സിന് റേഞ്ചും ഉണ്ട്. അപ്പോൾ ഈ സൈസും മെമ്മറി സൈസും അതിൻ്റെ റേഞ്ചിനെ വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയേഴ്സുകളാണ് സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലോങ്. ഈ 4 ടൈപ്പ് മോഡിഫയറുകളാണ് C++ൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈപ്പ് മോഡിഫയർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? മെമ്മറി സൈസും ഡേറ്റയുടെ റേഞ്ചിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുക. നെക്സ്റ്റ് എക്സ്പ്രഷൻ. എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓപ്പറേറ്റേഴ്സ് ആൻഡ് റിക്വയർഡ് ഓപ്പറാൻഡ്സ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡുകളുടെ ചേർന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. ഈ എക്സ്പ്രഷനെയും അതിൻ്റെ ഓപ്പറേഷനെ ബേസ് ചെയ്ത് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ, ഇങ്ങനെയും നമ്മൾ എക്സ്പ്രഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ അരിത്തമെറ്റിക് എക്സ്പ്രഷനെ തന്നെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്നും റിയൽ എക്സ്പ്രഷൻ എന്നും പറഞ്ഞ് വീണ്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റിയൽ എക്സ്പ്രഷൻ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സും ഓപ്പറാൻഡ്സും ചേർന്ന് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടൈം നമ്മൾ പഠിച്ചിരുന്നത് ടൈപ്പ് കൺവെർഷൻ ആയിരുന്നു. ടൈപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, കൺവെർട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്പിൽ നിന്നും മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് നമ്മൾ ടൈപ്പ് കൺവെർഷൻ ഉപയോഗിക്കുന്നത്. അതായത് കറണ്ട് ഡേറ്റ ടൈപ്പ് ഓഫ് എ വാല്യൂ ഇൻറ്റു അനദർ ഡേറ്റ ടൈപ്പ്. ഒരു കറണ്ട് ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇറ്റ് മേ ബി ഇംപ്ലിസിറ്റ്ലി ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി. ഇപ്പോൾ 2 തരത്തിലുള്ള ടൈപ്പ് കൺവെർഷൻ ഉണ്ട്, ഇംപ്ലിസിറ്റ്ലിയും ആൻഡ് എക്സ്പ്ലിസിറ്റ്ലിയും. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി കൺവെർഷൻ. കമ്പൈലറാണ് ആ കൺവെർഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള. കാരണം അത് എങ്ങനെയാണ് കൺവെർട്ട് ചെയ്യുന്നത്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എ ലോവർ ടൈപ്പ് ഇൻറ്റു ഹയർ വൺ. അതായത് ലോവർ ഡേറ്റ ടൈപ്പിനെ ഹയർ ഡേറ്റ ടൈപ്പിലേക്ക് കൺവെർട്ട് ചെയ്യാണ്. ഇതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ. ഇത് ഓട്ടോമാറ്റിക്കലി കമ്പൈലറിന് ചെയ്യാവുന്ന കൺവെർഷനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. ഇതാണ് ടൈപ്പ് പ്രൊമോഷൻ. മറ്റൊരു രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള കൺവെർഷനാണ് എക്സ്പ്ലിസിറ്റ് കൺവെർഷൻ. ഇതാണ് എക്സ്പ്ലിസിറ്റ് കൺവെർഷൻ. അപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് കൺവെർഷൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും ചെയ്യുക? യൂസർ ഫോഴ്സ് ചെയ്തിട്ടാണ് എക്സ്പ്ലിസിറ്റ് കൺവെർഷൻ നടത്തുന്നത്. അതായത് ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് പോകാൻ യൂസർ ഫോഴ്സ് ചെയ്യണം. ചിലപ്പോൾ അത് ഹയറിൽ നിന്ന് ലോവറിലേക്കാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ യൂസറിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് മിക്കവാറൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് കൺവെർഷൻ. ആ ടൈപ്പ് കൺവെർഷനിൽ 2 തരത്തിലുണ്ട്, ഇംപ്ലിസിറ്റ്, എക്സ്പ്ലിസിറ്റ്. ഇംപ്ലിസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ, എക്സ്പ്ലിസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് C++ കൺസെപ്റ്റായിട്ട് പഠിച്ചിരുന്നത്, ഇതിൽ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിൻ്റെ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, ആ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാൻ, എങ്കിലേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പം വേരിയസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിക്ലെയർ ചെയ്യുക മീൻസ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുക. അതാണ് വേരിയബിൾ ഡിക്ലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇൻ്റെ n, സമം n എന്ന് പറയുന്ന 2 ഇൻറ്റിജർ വേരിയബിളാണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ, ഫ്ലോട്ട് RAD, ഏരിയ എന്ന് പറയുന്നതും RAD എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വേരിയബിളാണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. RAD എന്ന് പറയുന്ന റേഡിയസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്ന ഒരു വേരിയബിളിൻ്റെ പേരാണ്. അടുത്ത സൈൻഡ് ഇൻ്റെ A, B, C. എയും ബിയും സിയും ഇൻറ്റിജറാണ്, അത് സൈൻഡ് ഇൻറ്റിജറാണ്. ഈ സൈൻഡ് എന്ന് പറയുന്ന ടേം നമ്മൾ ടൈപ്പ് മോഡിഫയറിൽ കണ്ടതാണ്. സാധാരണ ഇൻറ്റ് എഴുതിയാൽ അത് അൺസൈൻഡ് ആയിരിക്കും. അപ്പോൾ സൈനുള്ള ഇൻറ്റിജർ നമ്പറുകളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരാണ്? എയും ബിയും സിയും. ഇനി വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം.
എന്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം വാല്യൂസ് അസൈൻ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനോടൊപ്പം വാല്യൂയും കൂടി അസൈൻ ചെയ്യുന്നു. അതാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി വേരിയബിളുകളെ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന വാല്യൂവിന് ചേഞ്ച് ചെയ്യേണ്ട എങ്കിൽ നമുക്ക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഈ കോൺസ്റ്റൻ്റ് കീവേഡ് ഉപയോഗിച്ച് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ ഇതിനകത്തുള്ള വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. എക്സാമ്പിൾ n = 10. 10ൻ്റെ വാല്യൂ 10 ആയിട്ട് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ 10 എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും മാറത്തില്ല. അതിനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. n എന്ന് പറയുന്ന വേരിയബിൾ ഒരു കോൺസ്റ്റൻ്റ് വേരിയബിളായിട്ട് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്? ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാമിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യാൻ, അതായത് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ റീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അപ്പോൾ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് സിഇൻ ഒബ്ജക്റ്റ്. എക്സാമ്പിൾ സിഇൻ RAD. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിൾ, RAD എന്ന് വെച്ചാൽ റേഡിയസിന് ഉദ്ദേശിക്കുന്ന വേരിയബിളാണ്. RAD റീഡ് ചെയ്യുകയാണ്. RADയിലെ വാല്യൂ എന്താണോ ആ വാല്യൂ നമ്മൾ റീഡ് ചെയ്യുകയാണ്. അതുപോലെ സിഇൻ ABC, ഇതിപ്പോൾ 3 വേരിയബിൾ ഒരുമിച്ച് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്നു. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്നും റീഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണം, വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ. ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് സി ഔട്ട്. എക്സാമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത്. സി ഔട്ട് ഏരിയ, സി ഔട്ട് 25, സി ഔട്ട് A+B+C. അപ്പോൾ ഇവിടെ സി ഔട്ട് ഹലോ എന്ന് പറയുന്ന മെസ്സേജ് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ട് ഏരിയ എന്ന് പറയുന്നത് വേരിയബിളാണ്, അതിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ട് 25 എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യും. സി ഔട്ട് A+B+C, എയും ബിയും സിയും 3 വേരിയബിളാണ്. ഇവ 3നെയും വാല്യൂസിനെ ആഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്ക് ഇടയ്ക്ക് മെസ്സേജും കൂടി കൊണ്ടുവരണമെങ്കിൽ സി ഔട്ട് ഇതുപോലെ കൊടുക്കാം. സം ഓഫ് എന്ന് പറയുന്ന മെസ്സേജ് വയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ ഓപ്പറേറ്റർ ഇടുന്നു, വേരിയബിളിൻ്റെ പേര് കൊടുക്കുന്നു, വീണ്ടും നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സം ഓഫ് n എന്ന് പറയുന്ന വേരിയബിളാണ്. എന്നിൻ്റെ വാല്യൂ അവിടെ പുട്ട് ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ സം ഓഫ് 10 നമ്പേഴ്സ് ഈക്വൽ ടു ആ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ അവിടെ പുട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെസ്സേജും വേരിയബിളും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാനാണ് നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഈക്വൽ സിമ്പലാണ്. അതിനെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ എക്സാമ്പിളാണ് n = 553. ഏരിയ ഈസ് ഈക്വൽ ടു 3.14 × RAD × RAD. A = B = C. ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. സിയുടെ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു, ബിയുടെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇങ്ങനെ വേരിയബിൾ നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കാം. ഇനി അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കണ്ട ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു എന്ന് പറയുന്ന അസൈൻമെൻറ്റുകൾ. ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഷോർട്ട് ഹാൻഡ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ n + = 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? n = n+2. n + = 2 എന്ന് എഴുതിയാൽ എന്നിനോട് 2 കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. A = B. A = B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു A = A × B. A × B മൾട്ടിപ്ലൈ ചെയ്ത് അത് എയിൽ തന്നെ സ്റ്റോർ ചെയ്യുക. ഇനി വേറെ 2 സ്പെഷ്യൽ ഓപ്പറേറ്ററുകൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതാണ് പ്ലസും മൈനസും. ഈ 2 സ്പെഷ്യൽ ഓപ്പറേറ്ററുകളുണ്ട്. ഇവയെ നമ്മൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇപ്പോൾ എക്സാമ്പിൾ n++ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു n = n+1. n++ എന്ന് കൊടുത്താൽ എന്നിനോട് 1 കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്.
എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ ഈക്വൽ ടു എ മൈനസ് 1. എയിൽ നിന്നും 1 കുറയ്ക്കുക എന്നുള്ളതാണ് എ മൈനസ് മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും ഡിക്രിമെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും വിളിക്കും. ഇനി ഈ ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ 2 ഫോമിൽ നമ്മൾ എഴുതും. ഒന്ന് പോസ്റ്റ് ഫിക്സ് ഫോമിലും നമ്മൾ എഴുതും, പ്രീ ഫിക്സ് ഫോമിലും എഴുതും. ഫോർ എക്സാമ്പിൾ എ പ്ലസ് പ്ലസ് എന്ന് എഴുതിയാൽ അത് പോസ്റ്റ് ഫിക്സ് ഫോമാണ്, അതായത് വേരിയബിളിന് ശേഷം ഓപ്പറേറ്റർ എഴുതി. ഇനി പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ അത് പ്രീഫിക്സ് ഫോമാണ്, അതായത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വേരിയബിളിന് മുന്നേ എഴുതി. അപ്പോൾ വേരിയബിളിന് മുന്നേ ഓപ്പറേറ്റർ എഴുതിയാൽ അത് പ്രീഫിക്സ് ഫോമും, വേരിയബിളിന് ശേഷം ഓപ്പറേറ്റർ എഴുതിയാൽ അത് പോസ്റ്റ് ഫിക്സ് ഫോമും ആയിരിക്കും. ഇനി അടുത്തത് C++ൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു C++ പ്രോഗ്രാം എഴുതിയാൽ നമ്മൾ പാലിക്കുന്ന സ്ട്രക്ചർ എന്താണ്. ഫസ്റ്റ് നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആംഗിൾ ബ്രാക്കറ്റിനുള്ളിൽ ഏത് ഹെഡർ ഫയലാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നു. രണ്ടാമത്തത് യൂസിങ് നെയിം സ്പേസ് std എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതുന്നത്. മൂന്നാമത് നമ്മൾ എഴുതുന്നത് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ പേരാണ് ഇൻ്റെ മെയിൻ. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുള്ളിലാണ് നമ്മൾ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യേണ്ടുന്ന ജോബ് എന്താണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കും, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഈ രീതിയിലാണ് ഒരു C++ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ഈ ക്വസ്റ്റ്യനും കൂടെ നോക്കിപ്പോൾ, വാട്ട് ഈസ് മീൻ ബൈ എ ടോക്കൺ? എന്താണ് C++ൽ ടോക്കൺ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ടോക്കൺ? ടോക്കൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് നമ്മൾ ടോക്കൺ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ്ട് ഇവിടെ താഴെ കുറച്ച് ഐഡൻറ്റിഫയർ തന്നിട്ടുണ്ട്. ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. നമ്പർ, ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റോൾ ഓഫ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++ പ്രോഗ്രാം? C++ പ്രോഗ്രാമിൽ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? റോങ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് സീൻ ഗ്രേറ്റർ ദാൻ 25 ഇങ്ങനെ എഴുതിയാൽ അതിനകത്തുള്ള തെറ്റെന്താണ്? ലിസ്റ്റ് ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് ഓഫ് C++ൽ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയേഴ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത് വെച്ച് നിർത്താം. അപ്പോൾ ഇവിടെ നമ്മൾ കവർ ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ൽ ഉപയോഗിക്കുന്നതെന്നും C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുമാണ് ഇവിടെ നമ്മൾ നോക്കിയത്.